ഹലോ, അപ്പോൾ ഇന്നൊന്ന് ലുലു മോൾ വരെ പോവുകയാണ്. ഇന്ന് മാർച്ചാണ് 2026. തലയും കൂടെ കെട്ടിയൊന്ന് ഒരുങ്ങണം, ഇറങ്ങിയിട്ട് പറയാം. ഒരു 10 സവോള, ഒരു 2 വലിയ പിടി ചെറിയ ഉള്ളി, കുറച്ച് ഉപ്പ്, ഇത്രയും കൂടിയിട്ട് ഉപ്പും സവോളയും ചെറിയ ഉള്ളി ഇട്ട് വരട്ടിയിട്ട് സവോളയും ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് അതിട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിനെ നല്ല മൂപ്പിച്ചെടുക്കണം. ബാക്കി പറഞ്ഞുതരാം. ബീഫാണ് ഉണ്ടാക്കണം. ബറോട്ട, ചിക്കൻ ഫ്രൈ. ഇത് നല്ല വരണ്ട് വരണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൻ്റെ തൊട്ടടുത്ത, അതായത് അത്രയും പോണ്ട, എന്നാൽ ഏകദേശം അതാവേം വേണം. ഇതൊന്നും പോരാ, കുറച്ചുകൂടി മൂക്കണം. ഞാൻ കാണിച്ചു തരാം. എന്നിട്ടാണ് ബാക്കി നമ്മൾ പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, മല്ലിയിലയൊക്കെ കൂടി അടിച്ചൊരു പേസ്റ്റ് വെച്ചിട്ടുണ്ട്. അതിടണം. കുറച്ച് മല്ലിയില അല്ലാതെ ഇട്ട് കൊടുക്കണം. ചെറിയുള്ളി ഇടാനാണ് ഇതിൻ്റെ ടേസ്റ്റ് മെയിനായിട്ട്. ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില ഇത്രയും കൂടി അടിച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം, ഇനി ഇപ്പോൾ ഈ ഇട്ട ഇഞ്ചി വെളുത്തുള്ളിയിൽ ഒരു തക്കാളിയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെള്ളം വറ്റി ഇത് വരണ്ട് വരണം. ഇതൊന്നുകൂടി മൂത്ത് വരണം. ഈ വെള്ളമൊക്കെ വറ്റി, ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാണ് അടിച്ചത്, കാരണം അടിക്കാൻ എളുപ്പത്തിന്. അപ്പോൾ പേസ്റ്റ് ആവാൻ വേണ്ടി. അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിനി ഇതിൽ പൊടി ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ കുരുമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. കുരുമുളക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു 1-2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇത് ഇടാം. പിന്നെ ബീഫിനാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കുറച്ച് ഗരം മസാല ഇട്ട് ഞാൻ വേവിച്ചിട്ടുണ്ട്. അതിലും കുറച്ച് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ നിന്ന് കുരുമുളക് പൊടിയില്ല, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഒരു പീസ് ഹണി കേക്ക് എടുത്തിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞല്ലേ, ആഘോഷിച്ചൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഒരു പീസ് കേക്ക് കൂടെ എടുത്തു. സൂപ്പർ. അടിപൊളി ടേസ്റ്റ്. ഇതിപ്പോൾ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ ഇടാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇന്ന് ഒഴിവാക്കുകയാണ്. കുറച്ചിട്ടാൽ മതി, കാരണം ഞാൻ അതിൽ ബീഫ് വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ആവശ്യത്തിനേ ഇടുന്നുള്ളൂ. ഒരുപാട് വലിച്ചിടുന്നില്ല. അളവോടുകൂടി ഒരു വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എല്ലാ മെഷർമെൻറ്റും എടുത്ത് വീഡിയോ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് അത് അപ്ലോഡ് ചെയ്യാം. ഞാൻ പറഞ്ഞ പൊടികളെല്ലാം ഇട്ടിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ടുണ്ട്, കാരണം നമ്മൾ ഉള്ളി വരട്ടാൻ വേണ്ടി ഒഴിച്ച വെളിച്ചെണ്ണ ഒഴിച്ചുള്ളൂ, പിന്നെ ഒഴിച്ചില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ പൊടിയൊക്കെ ഒന്ന് എണ്ണയിൽ ഇങ്ങനെ വരണ്ട് വരാൻ വേണ്ടി. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ നന്നായിട്ടൊന്ന് കരിയാതെ വരട്ടിയെടുക്കാം. എന്നിട്ട് ബീഫ് എടുത്ത് തട്ടി കൊടുത്തിട്ട് ആ വെള്ളം വറ്റും വരെ ഇടാം, വറ്റാതെ എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ബീഫ് വെന്തോ നോക്കിയിട്ട് തട്ടി കൊടുക്കുക. കുക്കറിലില്ലെങ്കിൽ, തീരെ വെന്തിട്ടില്ലെങ്കിൽ ഒരു വിസിലും കൂടെ കേൾപ്പിച്ചെടുക്കുക. ഞാൻ ഇപ്പോൾ 4 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് കറക്റ്റ് വേവായിരിക്കും എന്നാണ്. വേവ് കൂടിയാലേ ഉള്ളൂ, കുറയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇതാണ് ബീഫിൻ്റെ അവസ്ഥ. ഇതാണ് ഉള്ളി വരട്ടിയതിൻ്റെ അവസ്ഥ. അപ്പോൾ ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെന്താന്നൊക്കെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ കഴിക്കൂല, എനിക്ക് വിശപ്പില്ല. ഞാൻ ബറോട്ടയും ചിക്കൻ ഫ്രൈയും കഴിച്ച്. ഇതിന് രാത്രിയേ കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ പറ്റുമെങ്കിൽ വീഡിയോ എടുക്കാം. ബീഫിൻ്റെ വേവ് വ്യത്യാസമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒന്ന് ചപ്പി നോക്കിയപ്പോൾ അത് ഒട്ടും വെന്തിട്ടില്ല.
റബ്ബർ കണക്കെ ഇരിക്കണം. സോ ഞാൻ അത് വീണ്ടും വേവിക്കാൻ വെച്ച് ഒരു 4 വിസിലും കൂടെ കേൾപ്പിച്ചേ എടുക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ബീഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ വേവനുസരിച്ച് വേവിച്ചിട്ട് ഇത് ഇട്ട് കൊടുത്താൽ മതി. വെന്താന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം അന്ന് ഞാൻ വാങ്ങിച്ചത് 4 വിസിലിൽ നല്ല സൂപ്പറായിട്ട് വെന്ത് ഇതിലിട്ട് കൊടുത്ത് നല്ല അടിപൊളി കറിയായിരുന്നു. ഇന്നിപ്പോൾ അത് വെന്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഒന്നേന്ന് വെച്ചിട്ടുണ്ട്. അത് വെന്തതിന് ശേഷം ഇതിൽ തട്ടി കൊടുക്കും. ഒരു 4 വിസിലും കൂടെ ഞാൻ കേൾപ്പിക്കും. നിങ്ങൾ വേവ് നോക്കിയിട്ട് അത് ചെയ്താൽ മതി നിങ്ങളുടേത്. ഞാൻ നല്ല 9 വിസിൽ മൊത്തം, ആദ്യം 4 പിന്നെ 5 അങ്ങനെ 9 വിസിൽ കേൾപ്പിച്ചപ്പോൾ നല്ല വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇതിൽ അതിൽ വെള്ളം ഉണ്ടായിരുന്നു, അതും കൂടെ ആയിട്ട് ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് വറ്റാൻ വെച്ചിട്ടുണ്ട്. ഇനി വേവിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഇതൊന്ന് വറ്റി വരണം. അതുകൊണ്ട് അധികം ഇളക്കാതെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഒരു 10 മിനിറ്റെങ്കിലും ഞാൻ വറ്റിക്കും. ഇപ്പോൾ സമയം വൈകുന്നേരം 4 മണിയായി, 4:03 4:15 വരെയെങ്കിലും വറ്റിച്ചതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് പറയാം.